ശ്രീ കെ രാജൻ, 10 മിനിറ്റ്. ഞാൻ ഈ നന്ദി പ്രസംഗത്തെ ശക്തമായി എതിർക്കുകയാണ് സാർ. എന്തുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് എന്ന ചോദ്യത്തിന് ഇനി വിപുലമായ ഉത്തരം പറയേണ്ടതില്ല സാർ. എനിക്ക് മുന്നേ സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പെരിന്തൽമണ്ണ അംഗത്തിൻ്റെ പ്രസംഗം പോലെയാണ് സാർ ഈ നയപ്രഖ്യാപനം. ഇതിൽ മറ്റൊന്നുമില്ല, ഈ വാചാടോപം മാത്രം. സാർ, ആസുരമായ വർത്തമാനകാലത്തിൻ്റെ പ്രതിസന്ധികളിൽ എങ്ങനെ അഭിസംബോധന ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ഒരു നയവും നിലപാടും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല സാർ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നേരത്തെ കൊടുത്ത മെമ്മോറാണ്ടത്തിലെ വിഷയങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും വിധത്തിലൊരു പ്രതിഷേധം പറയാനോ അവകാശം ചോദിക്കാനോ എന്തിനാണ് ഈ ഗവൺമെൻറ്റിന് ഇത്ര പേടി സാർ? കഴിഞ്ഞ 10 വർഷത്തെ ഒരു ദുരന്തഘട്ടത്തിലും LDF സർക്കാരിനെയല്ല, ഭൂമി മലയാളത്തെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ സമീപനമെടുക്കാത്ത ഒരു കേന്ദ്ര ഗവൺമെൻറ് സാർ. GSTയുടെ വിഹിതം, കടമെടുക്കാനുള്ള അവകാശം, നെല്ല് സംഭരണമടക്കം കേന്ദ്രം തരേണ്ട വിഹിതം നൽകാത്തതടക്കം ദുരന്ത മുഹൂർത്തത്തിൽ പോലും കേരളത്തെ സഹായിക്കാത്ത ഒരു സമീപനം കഴിഞ്ഞ 10 വർഷമായ ഒരു കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയല്ലേ. 2026 ജനുവരി 20-ന് ഇതേ ഗവർണർ തന്നെ ഇതേ നിറമുള്ള ചട്ടയിൽ നാം പ്രസിദ്ധീകരിച്ച ഒരു നയപ്രഖ്യാപനം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ നയപ്രഖ്യാപനത്തിൽ സഭ ഏകകണ്ഠമായ സഭ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ഇതേ ഗവർണറെ കൊണ്ട് ഈ സഭയിൽ പറഞ്ഞതല്ലേ സാർ? സാർ, അന്ന് ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ മുഴുവൻ വായിച്ച് ഈ സഭ ആ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത് അങ്ങ് കണ്ടു. കേരളത്തിൽ യഥാർത്ഥത്തിൽ ലോകഭവൻ 10 വർഷക്കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് സാർ. ലോകഭവൻ 10 കൊല്ലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഗവർണർക്ക് വായിക്കാൻ പറ്റാത്ത ഒരു വരി പോലും ഗവൺമെൻറ് എഴുതി കൊടുത്തില്ലല്ലോ എന്ന സന്തോഷത്തിലാണ് സാർ ലോകഭവൻ. ഞങ്ങൾ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരായി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയം. പൂർണ്ണമായും ശരിയാണ് സാർ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നയത്തിൻ്റെ വ്യത്യാസത്തിൽ കർശനമായ എതിരഭിപ്രായമുണ്ട്. തങ്ങൾക്കെതിരായ അഭിപ്രായം പറയുന്നവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ വിട്ടാക്രമിക്കുന്നത് മുതൽ സാമ്പത്തിക ഉപരോധം വരെ നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി പൊരുതാനുള്ള ചങ്കൂറ്റവും കരളുറപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് സാർ. ആ നയമില്ലെങ്കിൽ ആ നയത്തിൻ്റെ കുഴപ്പം ഞങ്ങൾക്കല്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയായി ആദ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രി പോയപ്പോൾ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കാൻ കേരളം കൊടുത്ത 5500ഓളം കോടി രൂപ നമ്മുടെ കടമെടുക്കാനുള്ള പരിധിയുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ്. പൂർണ്ണമായും ഗവൺമെൻറ്റിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നു സാർ. പക്ഷേ ഇക്കാര്യം പറയാനല്ലേ 2024 ഫെബ്രുവരി 8 ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിക്കാൻ നാം ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. ആ സമരത്തെക്കുറിച്ച് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യം സംസാരിച്ചതോടെ ആരോടാ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും അല്ലേ? അരിയുടെ വിഹിതത്തിനു വേണ്ടി കേരളം നടത്തിയ സമരം പോലെ നാം ഒരു മനസ്സായി നടത്തേണ്ട സമരത്തെക്കുറിച്ച് നാം ആലോചിച്ചു. AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ മുതൽ ഈ ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന് തീയതി തീരുമാനിക്കാം, സമയം തീരുമാനിക്കാം, അവിടെ ആലോചിച്ചു വരാം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പോയി. ഡൽഹിയിലെ മുഖ്യമന്ത്രി, പഞ്ചാബിലെ മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, കാശ്മീരിൻ്റെ ആദരണീയനായ നേതാവ് ഫറൂഖ് അബ്ദുള്ള, കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് കപിൽ സിബിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പരിച്ഛേദം വന്നപ്പോൾ എന്തേ ഈ പ്രതിപക്ഷം അവിടേക്കൊന്ന് വരാൻ ഈ 5250 കോടി രൂപ കേരളത്തിന് വേണമെന്ന ആവശ്യം ഒരു മനസ്സായി പറയാൻ എന്തേ സാർ മടിച്ചത്? നിങ്ങൾ കരുതി അപ്പോൾ ഒരുപക്ഷെ കേരളം രക്ഷപ്പെട്ടാലോ? ആ പണം കിട്ടി കേരളം രക്ഷപ്പെട്ടാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹെഡിൽ വന്നാലോ? ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ സഭയിൽ പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ സമരം നടത്തിയാൽ, ആ സമരം ന്യായമായൊരു സമരത്തിന് നിങ്ങൾ ക്ഷണിച്ചാൽ ഒരു മടിയും ഉണ്ടാകില്ല. കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി ആ സമരത്തോടൊപ്പം നിൽക്കും. ഞങ്ങളുടെ കൺസേൺ കേരളമാണ് സാർ. ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ച് ഇവിടെ വാദോരാതെ പ്രസംഗിച്ചു, നല്ലത്, ആവശ്യങ്ങളെല്ലാം വേണം. ഒറ്റക്കാര്യം അങ്ങ് ശ്രദ്ധിക്കണം, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നല്ല കാര്യം. പക്ഷേ അത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചത്.
അങ്ങനെ വന്നാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ തളരുമോ? ആരോഗ്യമേഖലയിൽ വലിയ മാറ്റം നാം ഉണ്ടാക്കിയത് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രി രംഗത്തെ ശാക്തീകരണത്തിലൂടെയാണ്. കേരളത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ, കോട്ടയത്ത്, തിരുവനന്തപുരത്ത് അവയവ മാറ്റ ശസ്ത്രക്രിയകൾ പോലും നടന്ന ഒരു കേരളമാണ്. ചെറിയ കത്രികയുടെയോ സൂചിയുടെയോ പേരിൽ മാറ്റി നിർത്തേണ്ട ഒന്നല്ലാതെ 13 ജില്ലകളിൽ ഇടുക്കി ഒഴികെ കാത്ത് ലാബുകൾ രൂപീകരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപൂർവ ജനിതക രോഗങ്ങൾ ബാധിച്ചവരുടെ ചികിത്സ, സൗജന്യ മരുന്നുകൾ തിരുവനന്തപുരത്ത് SIT ആശുപത്രി നോഡൽ ആശുപത്രിയായി മാറിയൊരു ഘട്ടമാണ്. ഇന്ന് നാം കേരളത്തിൽ പേടിക്കേണ്ട ഒരു പ്രശ്നം ആരോഗ്യ മേഖലയിലുണ്ട്. അങ്ങയുടെയോ ഞങ്ങളുടെയോ കുഴപ്പമല്ല. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വാങ്ങാൻ ലോകത്ത് ഉള്ള ആരോഗ്യ കുത്തകകൾ ഈ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ പലരും അവർ മേടിക്കുന്നു. കേരളത്തിൽ നിൽക്കുന്ന ചെറുകിട സ്വകാര്യ ഇടത്തരം ആശുപത്രികളെ പോലും ആ വലയത്തിന് അവർ പെടുത്തുന്നു. ഈ ഇൻഷുറൻസ് ആരെ സഹായിക്കാനായിരിക്കും സാർ വരിക? കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, നമ്മളെല്ലാം ധർമാശുപത്രികൾ എന്ന് വിളിച്ചിരുന്ന സർക്കാർ ആശുപത്രികൾ ഇന്ന് ലോകത്തിൻ്റെ നിറവിലേക്ക് മാറിയപ്പോൾ 8 കോടി ആളുകൾ 2016 OP 13 കോടിയായി വർദ്ധിക്കപ്പെട്ട ഒരു കാലത്ത് അത് നാം കാണാതെ പോകാൻ കഴിയില്ല. അതിനൊഴിവാക്കരുത്. വയോജന വകുപ്പ് സ്വാഗതാർഹം. പക്ഷേ വയോജന കമ്മീഷനും വയോജന നയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഭാവനയാണ്. കേരളത്തിൽ ആദ്യമായി വനിതകൾക്കും ശിശുക്കൾക്കും വേണ്ടി ഒരു വകുപ്പുണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ കാണുകയാണ് ഈ ബാലഗോപാലൻ ഖജനാവിലേക്ക് വിട്ട, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഖജനാവിലേക്ക് വിട്ട പൂച്ച സാർ ഒരു 1.5 പൂച്ചയാണ്. 5500 കോടി പ്രസവിക്കാൻ പറ്റിയ ഒരു പൂച്ച ഇതിനു മുമ്പ് കേരളത്തിൽ കിട്ടിയില്ല. അതിൻ്റെ കുഞ്ഞൊന്ന് ബാക്കിയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വനം മന്ത്രിയുടെ അനുവാദത്തോടു കൂടി ആ സുവോളജിക്കൽ പാർക്കിലേക്ക് ഒന്ന് കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്ന് കരുതുകയാണ്. അത്തരം ഒരു പൂച്ച. സാർ, കേരയിൽ എന്തെല്ലാമാണ് സാർ? കേരയിൽ പിൻവലിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ ഘട്ടത്തിൽ മറ്റൊരു കാര്യത്തിലേക്ക് പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഇറക്കുന്ന ഉത്തരവുകൾക്ക് ഒരു വിശ്വസ്ത വേണ്ടേ സാർ? കേരളയിൽ ഭൂമി എവിടെയെങ്കിലും ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? മഞ്ഞക്കല്ല് സ്ഥാപിച്ചത് ഒരു ഭൂമിയും ഏറ്റെടുക്കാനല്ല സാർ, അത് അലൈൻമെൻറ്റിന് വേണ്ടിയാണ്. ആ അലൈൻമെൻറ്റിന് വേണ്ടി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ LARR 2013 4.1 അനുസരിച്ച് അവിടെ സാമൂഹികാഘാത പഠനം നടത്താൻ വേണ്ടി മാത്രമാണ്. സാമൂഹികാഘാത പഠനം നടത്തിയാൽ 5 അനുസരിച്ച് ഒരു പബ്ലിക് ഹിയറിംഗ് വേണം. 7 അനുസരിച്ച് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പരിശോധന വേണം. എക്സ്പെർട്ട് കമ്മിറ്റി തള്ളിയാൽ പിന്നെ ആ ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല. മാവേലിക്കരയിലെ മിത്തൽ ജംഗ്ഷൻ 5 കൊല്ലമായി പ്രശ്നത്തിലൊരു ഉദാഹരണമാണ്. അവിടെ എക്സ്പെർട്ട് കമ്മിറ്റി തള്ളിയില്ലെങ്കിൽ മാത്രം A2 പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ പറ്റും. സാർ, 4.1 അനുസരിച്ച് നാം പ്രഖ്യാപിച്ച ജിയോ 6 മാസക്കാലം കഴിഞ്ഞാൽ തന്നെ ക്യാൻസലാകും എന്ന് ഈ ഉത്തരവിൽ പറയുകയാണ്. ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നു. 22/5/2026 ഈ ഗവൺമെൻറ് വന്ന് 184/2026 RDI പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ 3ാമത്തെ പാരഗ്രാഫ് 2013 RFCT LARR ആക്ട് സെക്ഷൻ 4(2) പ്രകാരം സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ പഠനം ആരംഭിച്ച തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ പഠനം പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ മേൽ പരാമർശിച്ച കാലയളവിനുള്ളിൽ സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലാത്തതും പഠനം നടത്തുന്നതിനായി കാലാവധി നീട്ടി നൽകുകയോ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ പഠനം നടത്തുന്നതിനുള്ള വിജ്ഞാപനങ്ങൾ കാലഹരണപ്പെട്ടതാണ്. സാർ, അതിൻ്റെ തന്നെ 5 പറയുകയാണ്, സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തുന്നതിന് അനുമതി നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച പരാമർശം 4 മുതൽ 14 വരെയുള്ള സർക്കാർ ഉത്തരവുകൾ ഇതോടൊപ്പം റദ്ദു ചെയ്യുന്നു. കാലഹരണപ്പെട്ട ഗവൺമെൻറ് ഉത്തരവ് റദ്ദു ചെയ്യുകയാണ്. വെടിവെച്ചയാളെ പിന്നെ മരിച്ചയാളെ പിന്നെ വീണ്ടും വെടിവെക്കണോ? പിന്നെ വേട്ടക്കാരൻ കാട്ടിലേക്ക് പോകുമ്പോൾ മരിച്ചു കിടക്കുന്ന പന്നിയെ കൊണ്ടുപോയാൽ ഒരു വിലയുണ്ടാവില്ല നാട്ടുകാർക്കിടയിൽ. അപ്പം പിന്നെ ചത്ത് കിടക്കണ പന്നിയെ ഒരു വെടിയും വെച്ചിട്ട് ആ പുകയും തോക്കിൽ പിടിച്ച് അതിനെയും തൂക്കി പുറത്തേക്ക് ഇറങ്ങിയാൽ വിലയുണ്ടാകും എന്ന് പറയുന്നത് പോലെ കാലഹരണപ്പെട്ട് എന്ന് ഇതേ ഉത്തരവിൽ എഴുതി വെച്ചിട്ടുള്ള ഉത്തരവുകൾ പിന്നെ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് സാർ? എന്നിട്ട് എവിടേക്കാണ് പോയത്? ഞങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്നു റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. അതായിരുന്നു അവസാനം. കേരളയിൽ റെയിൽവേ മന്ത്രാലയം സഹകരിക്കാത്തത് കൊണ്ട് തന്നെ നഗരവികസന കാര്യാലയവുമായി RRTS സിസ്റ്റത്തെക്കുറിച്ച് നാം ആലോചിച്ചു. വെറുതെയല്ല,
ഡൽഹിക്കും മീററ്റിനും ഇടയിലെ 85 കിലോമീറ്ററിൽ 55 കിലോമീറ്റർ അത് കണ്ടുബോധ്യപ്പെട്ടിട്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഏത് നടത്താൻ പോകുന്ന പരിപാടിയും ആകാശത്തുകൂടി കടന്നു പോകുന്ന ലൈനാണെങ്കിൽ പോലും അതിന് കാല് താഴത്ത് കുത്തണമെങ്കിൽ ഭൂമി ഏറ്റെടുത്തേ മതിയാകൂ. അതിന് LARR 2013 അല്ലാതെ മറ്റ് വകുപ്പുകളില്ല. അങ്ങനെ വന്നാൽ 4-1 വേണ്ടി വരും, 5 വേണ്ടി വരും, 7 വേണ്ടി വരും, 8-2 വേണ്ടി വരും. അത് LARR 2013 ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി പോകും. സാർ, ഈ കബളിപ്പിക്കൽ പോലെ തന്നെയാണ് സാർ മുനമ്പത്തെ വിഷയത്തിലും. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളതിൽ കുറ്റം പറയുന്നില്ല. വഖഫ് ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് കാരണം പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതാണോ സാർ കാരണം? നാസർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് നോട്ടിഫൈ ചെയ്തതല്ലേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഗൗരവമാക്കിയത്? എന്തേ അത് കാണാതെ 10 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം എന്ന് പ്രഖ്യാപിക്കുന്നത്? ഈ നിയമപരമായ പ്രശ്നം നിലനിൽക്കുമ്പോഴും വഖഫ് ആണെന്ന് പറഞ്ഞ ഭൂമിക്ക് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനും അവസരം കൊടുക്കുകയും ആ നടപടി ആരംഭിക്കുകയും ചെയ്താണ് സാർ. അത് റവന്യൂ വകുപ്പ് ഈ ഗവൺമെന്റ് കോടതിയിൽ പോയി മേടിച്ചാണ് സാർ. യഥാർത്ഥത്തിൽ അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഈ വരിയിൽ അവസാനിപ്പിക്കാം. ആ കാരണം തന്നെ കാണിച്ചുകൊണ്ട്, പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വിഷയത്തിൽ കാണിച്ചുകൊണ്ട്, മുനമ്പത്തെ സാധാരണ ജനങ്ങളെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ നിയമപരമായൊരു പരിരക്ഷയെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ പ്രിയപ്പെട്ട മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള CN രാമചന്ദ്രനെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു കമ്മീഷണറായി നിയമിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. സാർ, യഥാർത്ഥത്തിൽ നമുക്കൊരു നയമാണ് വേണ്ടത്. കേരളത്തിലെ നെൽ സംഭരണത്തിൽ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഇച്ഛാശക്തിയോടെ കൊടുക്കുന്ന ഇൻസെന്റീവ് പോലും വേണ്ടെന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനോടുള്ള നയം എന്താണ്? കേരളത്തിൽ 4.5 ലക്ഷം പട്ടയം കൊടുത്തൊരു ഗവൺമെന്റാണ് സാർ ഈ ഗവൺമെന്റ്. SIR ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു 50,000 പട്ടയം കൂടി കൊടുക്കുമായിരുന്നു. കേരളത്തിലെ പട്ടയത്തിന്റെ മിഷനിലൂടെ, പട്ടയ അസംബ്ലികളിലൂടെ ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ പ്രശ്നത്തിൽ താഴത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആ പ്രശ്നങ്ങൾ തുടരാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റിനോട് വന്ദേ മാതരത്തിൽ തുടങ്ങിയ സമീപനമായിരിക്കുമോ ഇനി തുടർന്നും ലഭ്യമാകാൻ പോകുന്നത്? ആ വിവരം കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാതെ അടച്ചുകെട്ടിയ ഒരു കവലപ്രസംഗമായി ഈ നയപ്രഖ്യാപനം മാറി എന്നുള്ളത് കൊണ്ട് ശക്തമായി ഈ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സാർ.